ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കേടാ, 0680 ആർ ദ എൻഡ് ഓഫ് ദി ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതായത് ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിന്റ്സ് തന്നിട്ടുണ്ട്, 06ഉം 80ഉം. ഓക്കെ, എങ്കിൽ കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ കണ്ടുപിടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കടാ, ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പം 2 എൻഡ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ച സെൻറ്റർ കിട്ടും എന്ന് ആലോചിച്ച് നോക്കടാ. ഈ 2 എൻഡ് പോയിന്റ് ഉപയോഗിച്ച് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ അതെന്ത് കിട്ടും? സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ തന്നിട്ട് സെൻറ്റർ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ വന്ന് ഒന്നുമില്ലടാ. ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിന്റ്സുകൾ ഉപയോഗിച്ച് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. നോക്കിയടാ, അപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, എന്തൊക്കെ ചെയ്യണം? എ പാർട്ട് ക്വസ്റ്റ്യനിൽ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ സി എന്നങ്ങ് എടുക്കുകയാണ്. എന്താ മിഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? x1 + x2/2 y1 + y2/2. ഇതല്ലടാ സെൻറ്ററിൻ്റെ ഫോർമുല, അല്ല മിഡ് പോയിന്റിൻ്റെ ഫോർമുല. ഇനി എന്താ? x1 അറിയാം, ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. ഓക്കെ, ഇങ്ങനെ എഴുതി നോക്കണം, നമുക്ക് പെട്ടെന്ന് ചെയ്തു പോവാം. എക്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നോക്കണം, 0 + 8 ആണ് അല്ലേ. അപ്പോൾ 8/2. y1 + y2 എന്ന് പറയുമ്പോൾ 6 + 0 എന്താ? 6/2. അപ്പോൾ അത് 2ൻ്റെ പകുതി എടുത്താൽ പോരെ, 4,3 കിട്ടും സെൻറ്റർ. സിമ്പിൾ അല്ലേ? സെൻറ്റർ കിട്ടി. എ പാർട്ട് ഓഫ് സിമ്പിളാണ്, ഒന്നുമില്ല. ഡയമീറ്ററിനെ ഉപയോഗിച്ച് 2 എൻഡുകൾ ഉപയോഗിച്ച് മിഡ് പോയിന്റ് പിടിച്ചാൽ സെൻറ്റർ കിട്ടും. ഇനി വാട്ട് ഈസ് ദ റേഡിയസ്? വാട്ട് ഈസ് ദ റേഡിയസ്? എടാ, നമ്മൾ സർക്കിൾ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കേടാ, ഇവിടെ നമുക്ക് എന്താടാ 4,3 കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് 2 എൻഡ് പോയിന്റ് അറിയാം. ഞാൻ ഇപ്പോൾ ഒരു എൻഡ് പോയിന്റ് മാത്രം എടുക്കുകയാണ്. 06 അറിയാം, 80. എടാ, ഇങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെ ആയിരിക്കും ലൈൻ വരുന്നത്. ഞാൻ വെറുതെ മാർക്ക് ചെയ്താണ് കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പം ഏകദേശം ഇതുപോലെ വരും. ഇങ്ങനെ ആയിരിക്കും ആ ലൈൻ വരുന്നത്, ഇങ്ങനെ ആയിരിക്കും സർക്കിൾ പോകുന്നത്. ഇതായിരിക്കും ഡയമീറ്റർ. ഞാൻ ഇത് നൂത്ത് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ സ്ലോപ്പായിട്ടേ വരൂ, പക്ഷേ ഞാനിങ്ങനെ വെറുതെ വരച്ചതാണ്. അപ്പോൾ ഞാൻ സെൻറ്റർ 4,3 കിട്ടി. ഇനി ഞാൻ ഒരു എൻഡ് പോയിന്റ് എടുക്കുക. ഇപ്പോൾ ഏതാ? 8,0 അങ്ങ് എടുക്കുക. ഇനി ചോദിച്ചത് റേഡിയസാണ്. എടാ, എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. സെൻറ്റർ മുതൽ ഒരറ്റം വരെയുള്ള ദൂരമാണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവരുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. √(x2 - x1) വേണമെങ്കിൽ ഫോർമുല പെട്ടെന്ന് എഴുതി തരാം. x2 - x1) പ്ലസ് y2 - y1). നിങ്ങൾ ഈ y2 x2 ആ ഓർഡർ ഒന്നും നോക്കണ്ട കേട്ടോ, വലുതിന്ന് ചെറുതങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പറഞ്ഞേടാ എന്ത് വരുടാ? പറഞ്ഞേ x2 - x1² എന്ന് പറയുമ്പോൾ എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. 4ന് 8 കുറക്കണം നിർബന്ധമൊന്നുമില്ല, 8 4 കുറച്ചാൽ മതി. എത്ര? 8 4 കുറയ്ക്കുമ്പോൾ 4ന്റെ സ്ക്വയർ പ്ലസ് 0 - 3 ചെയ്യണമെന്ന് നിർബന്ധമില്ല. 3 - 0 ചെയ്തോ, എത്ര? 3യുടെ സ്ക്വയർ. അപ്പോൾ 4ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ എത്രടാ? 16 + 9 √25. എത്ര കിട്ടും? 5 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് എന്ത് കിട്ടൂടാ? 5 യൂണിറ്റ്. സിമ്പിൾ അല്ലേ? ഇപ്പോൾ സെൻറ്റർ കണ്ടുപിടിച്ചു, ഒരറ്റം വരെയുള്ള ദൂരം കണ്ടുപിടിച്ചാൽ മതി, എന്ത് കിട്ടും? റേഡിയസും കിട്ടും. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഇമ്പോർട്ടൻറ്റ്, മസ്റ്റായിട്ട് വന്നിരിക്കും, 5 മാർക്ക് ആയിരിക്കും. ഓക്കെ, ആദ്യം ഡയമീറ്റർ അല്ലെങ്കിൽ സെൻറ്റർ, റേഡിയസ്, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അവർ കൊണ്ട് കല ഉടക്കി ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അവിടെ തീരും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് പണിയെടുത്തേ പറ്റും. ഓക്കെ, അതിന് നമുക്ക് ആദ്യം എന്താ അറിയണോടാ? ഇക്വേഷൻ ഓഫ് സർക്കിൾ അറിയണം. എന്താ? x - h² പ്ലസ് y - k² = r². ഇതാണ് ഇക്വേഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് സർക്കിളിൻ്റെ ഫോം. അപ്പോൾ നോക്കിയേടാ, എക്സും വൈയും ഒരു കോർഡിനേറ്റാണ്, ഹെച്ചും കെയും ആയിരുന്നു ആദ്യം മനസ്സിലാക്കണം. ഒന്നുമില്ലടാ, ഹെച്ചും കെ എന്ന് പറഞ്ഞാൽ സെൻറ്റർ. നോക്കിയ സെൻറ്റർ എന്താ? 4,3. ഇതാണ് ഹെച്ച്, ഇതാണ് കെ. ഇത്രയേ ഉള്ളൂ. റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു, എത്ര? 5 യൂണിറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x - h എന്ന് പറയുമ്പോൾ 4² പ്ലസ് y - k എത്രയാടാ? 3² = r² എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ. a - b² a² - 2ab പ്ലസ് b². അപ്പോൾ ഇവിടെ എന്ത് എഴുതും? x² - 2ab എന്ന് പറയുമ്പോൾ 2 × x × 4 എത്ര? 8x പ്ലസ് 4ന്റെ സ്ക്വയർ 16 പ്ലസ് എക്സിൻ്റെ അത് തീർന്നു. ഇനി ഇത് പറ, y - 3² y² - 2 × y × 3 എത്ര വരൂടാ? 6y പ്ലസ് 3ന്റെ സ്ക്വയർ എത്ര? 9 = 5ന്റെ സ്ക്വയർ 25. ഓക്കെ, ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതടാ. ആദ്യം x² ആദ്യം എഴുതും, y² രണ്ടാമത് എഴുതും, പിന്നെ എക്സിൻ്റെ ടേം -8x പിന്നെ എഴുതാം, അടുത്ത് -6y അടുത്ത് എഴുതാം. ഇനി 16 9 കൂട്ടി എത്രടാ? 25 = അപ്പുറത്തും 25. ഒന്നും നോക്കണ്ട, അങ്ങ് വെട്ടിക്കോ. 25ഉം 25ഉം വെട്ടും. ബാക്കി പറയടാ, ഇക്വേഷൻ എടുത്ത് എഴുതാം. പറഞ്ഞ് x² പ്ലസ് y² -8x - 6y = ഒന്നുമില്ല, അതുകൊണ്ട് 0.
ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ചില സമയത്ത് ഈ കോൺസ്റ്റന്റ് വെട്ടാൻ പറ്റൂല. ചിലപ്പോൾ ഇവിടെ 34 അവിടെ 25 ആണെങ്കിൽ എല്ലാവരും ഒരു സൈഡിൽ കൊണ്ടുവന്നാൽ മതി. ഇത് വെട്ടാൻ പറ്റിയോണ്ട് സുഖം, കോൺസ്റ്റന്റ് എഴുതേണ്ടി വന്നില്ല. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ 3 വെർട്ടെക്സ് തന്നിട്ട് 4ാമത്തെ വെർട്ടെക്സ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ കോർഡിനേറ്റ്സിൽ സാധാരണ റെക്റ്റാങ്കിൾ തന്നിട്ട് ബാക്കി 2 കണ്ടുപിടിക്കുക, അത് എളുപ്പമാണ്. ഓക്കെ, ഈ പാരലോഗ്രാമിൻ്റെത് നമ്മളൊരു കാര്യം, ഒരു കോൺസെപ്റ്റ് പഠിച്ച് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്, ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്സ് കൂട്ടുമ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്സ് കൂട്ടുന്നതിന് തുല്യമായാൽ മതി. ഓക്കെ, ഓപ്പോസിറ്റ് കിടക്കുന്നവരെ എക്സ് കൂട്ടുന്നത് തന്നെ ആയിരിക്കണം, മറു സൈഡിൽ ഓപ്പോസിറ്റ് കിടക്കുന്നവരെ എക്സ്. ഒന്ന് നോക്കിയടാ, ഇവിടെ 10ഉം 12ഉം കൂട്ടി എത്ര കിട്ടിയടാ? 22. ഇവിടെ 7ൻ്റെ കൂടെ കൂട്ടുന്ന ആള് എന്താണോ അത് എത്ര കിട്ടണം? 22 കിട്ടിക്കോണം കൂട്ടുമ്പോൾ. 7ൻ്റെ കൂടെ അപ്പോൾ എത്ര കൂട്ടിയാൽ മതി എന്ന് ആലോചിച്ച് നോക്കിയടാ. 7ൻ്റെ കൂടെ 15 കൂട്ടിയാലാണ് 22 കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആരായിരിക്കും ഇവിടെ 15? നോക്കട്ടെ, സിമ്പിൾ അല്ലേ? 10ഉം 12ഉം കൂട്ടുമ്പോൾ 22. ഇനി 7ൻ്റെ കൂടെ ആര് കൂട്ടിയാൽ 22 കിട്ടും? 15. ഇനി വൈ നോക്കണം, 11ഉം 7ഉം കൂട്ടുമ്പോൾ 18. അപ്പോൾ ഇവിടെ 5ൻ്റെ കൂടെ ആര് കൂട്ടിയാൽ 18 കിട്ടും? 5ൻ്റെ കൂടെ 13. ആൻസർ എത്ര? 15,13. ഇപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആടാ. സിയുടെ കോർഡിനേറ്റ്സ് കിട്ടി 15,13 കൊണ്ട് കളയിലടാ. സിമ്പിളാണ്. എക്സുകൾ സെയിം ആയിരിക്കും, വൈ സം ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ എക്സിൻ്റെ കൂട്ടുന്നത് തന്നെ ആയിരിക്കും അവിടുത്തെ എക്സ്, ഇവിടുത്തെ വൈ കൂട്ടുന്നത് തന്നെ ആയിരിക്കും അവിടുത്തെ വൈ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത് ഇനി ഒരു സാധനമുണ്ട്, ഇതാണ് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. എടാ ചില ക്വസ്റ്റ്യനിൽ നിങ്ങളെ തീരെ ബുദ്ധിമുട്ടിക്കില്ല, ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡയഗണൽ എന്ന് പറയും. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽ. എടാ പഠിച്ചു വെച്ചോ, ഒരു പാരലോഗ്രാമിൻ്റെ പ്രത്യേകത ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് എപ്പോഴും മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കുകടാ? ഏതെങ്കിലും ഒരു ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ഞാനിപ്പോൾ കണ്ടിട്ട് എളുപ്പം 2 കണക്ക് ചെയ്യണം. ഇതാണ് മാർക്ക് ചെയ്യുക. BD എന്ന് പറയുന്ന ഡയഗണൽ എടുത്തു. എന്നിട്ട് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ്, അത് ഏകദേശം ഇവിടെ ആയിട്ട് വരുമെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി, അതുകൊണ്ട് മാർക്ക് ചെയ്ത് തരാം. ഈ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഡയഗണലിൻ്റെ മിഡ് പോയിന്റ്. ഞാനിപ്പം ഡിയും ബിയും എടുക്കുകയാണ് കേട്ടോ. BD എന്ന് പറയുന്ന ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് എടുക്കുകയാണ്. അപ്പോൾ അതിനൊരു പേര് കൊടുക്കാം, O എന്ന് കൊടുക്കാം. അപ്പോൾ O കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ടടാ, ഏതെങ്കിലും ഒരു ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് പറഞ്ഞേടാ. മിഡ് പോയിന്റ് ഫോർമുല x1 + x2/2 y1 + y2/2. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 10ഉം 12ഉം കൂട്ടുക /2. അതുപോലെ വൈകൾ 11ഉം 7ഉം കൂട്ടുക /2. എത്ര കിട്ടുക? 10ഉം 12ഉം കൂട്ടുമ്പോൾ 22ൻ്റെ പകുതി 11. 11ഉം 7ഉം കൂട്ടുമ്പോൾ 18ൻ്റെ പകുതി 9. സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യനിൽ കോർഡിനേറ്റ് ഓഫ് സി കണ്ടുപിടിച്ചു. ബി പാർട്ട് ക്വസ്റ്റ്യനിൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മറക്കരുത്, മിഡ് പോയിന്റ് ഓഫ് എ ഡയഗണൽ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ലൈനിൽ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടാ. സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ലോപ്പ് ഇക്വേഷൻ ഓഫ് ലൈൻ, സ്ലോപ്പ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇത് എപ്പോഴും കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് ഷുവറാണ്, പഠിച്ചിട്ട് തന്നെ പോകണം. സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 2 എൻഡ് പോയിന്റ്സ് അല്ലെങ്കിൽ 2 പോയിന്റ്സ് തന്നിരിക്കും, ലൈനിൻ്റെ ഒരു 2 പോയിന്റ്സ് തന്നിരിക്കും. ഇത് ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഞാൻ ആദ്യം ആ ലൈൻ ഒന്ന് വെറുതെ വരയ്ക്കാം. ഓക്കെ, ആ ലൈനിലെ ഒരു പോയിന്റ് 4,5ഉം മറ്റേ പോയിന്റ് 8,11. ഓക്കെ, പേര് A എന്ന് കൊടുത്തു, B എന്ന് കൊടുത്തു. കണ്ടുപിടിക്കേണ്ടത് എ പാർട്ടിൽ സ്ലോപ്പാണ്. ശ്രദ്ധിച്ചിരിക്കുന്നത് സിമ്പിളാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? y2 - y1/x2 - x1. y2 - y1/x2. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുകളിൽ x എഴുതി കളയരുത്. എപ്പോഴും മുകളിൽ x കണ്ട് നിങ്ങൾക്ക് x എഴുതാൻ തോന്നും. പക്ഷേ എഴുതേണ്ടത് y2 - y1/x2 - x1. നോക്കിയടാ, ഇവിടെ y2 ആരാ? 11. അപ്പോൾ 11 - y1 5 /8 - 4 x2 - x1. അപ്പോൾ എത്ര കിട്ടും? 11 നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും? 6. 8 നിന്ന് 4 കുറച്ചാൽ 4. ബാക്കി സിമ്പിളസ്റ്റ് ആക്കി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ചുമ്മാ വലുതായിട്ട് ഇട്ടിരുന്നാൽ നമുക്ക് അങ്ങോട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും. 6/4 സിമ്പിളസ്റ്റ് ആക്കുമ്പോൾ എന്ത് കിട്ടും? 3/2 ഈസ് ദ സ്ലോപ്പ്. ചരിവ് 3/2 കിട്ടും. ഓക്കെ, എ പാർട്ട് ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ ഓഫ് സർക്കിൾ പറഞ്ഞ പോലെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ ഓഫ് ലൈൻ. ചോദിക്കും, കാരണം ഇത് രണ്ടും ജിയോജിബ്ര അല്ലെങ്കിൽ ജോമെട്രിയുടെ ഓൾജിബ്രയിൽ മാക്സിമം വരുന്ന ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ ആയിരിക്കും? പാരലോഗ്രാം, സർക്കിളിൻ്റെ ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ. അപ്പോൾ ശ്രദ്ധിക്കടാ, ഇവിടെ തന്നെ ചെയ്യുക. ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നു ഇവർക്കിടയിൽ ഒരു പോയിന്റ്, അതിന് x, y എന്ന് കൊടുക്കുന്നു. ഒരു കാര്യം ഓർക്കുക,
ഒരേ ലൈനിൽ ആരൊക്കെ തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിച്ചാലും അത് സെയിം ആയിരിക്കും. കൊളിനിയർ പോയിന്റ്സിന് പ്രത്യേകതയുണ്ട്. അവർ തമ്മിലുള്ള ചരിവ് ഒരിക്കലും മാറില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച സ്ലോപ്പ് ആരുടെയാണ്? എ ബിയുടെ സ്ലോപ്പാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ബി പാർട്ടാണ് ചെയ്യുന്നത്. സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിച്ചു. ഓൾറെഡി എത്ര കിട്ടി? 3/2. ഇനി ആരൊക്കെ തമ്മിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള സ്കോപ്പ് ഉണ്ട് ഇവിടെ? പി എ കണ്ടുപിടിക്കാം, പി ബി കണ്ടുപിടിക്കാം. രണ്ടുപേരെ കണ്ടുപിടിച്ച് സമയം കളയണ്ട, ഏതെങ്കിലും ഒരാളെ അങ്ങ് ചൂസ് ചെയ്യാം. ഞാനിപ്പം പി ബി പി എ ഉള്ളതിൽ എളുപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഏതാടാ പി എ അല്ലടാ എളുപ്പം. പി എ ചൂസ് ചെയ്തു, പി ബി ചൂസ് ചെയ്താലും നോ പ്രോബ്ലം. ഓക്കെ, ഞാനപ്പോൾ എന്ത് ചെയ്യാണ്? സ്ലോപ്പ് ഓഫ് ആരെ കണ്ടുപിടിക്കാൻ പോവുകയാണ്? പി ബി പി എ. ഫോർമുല നമുക്കറിയാം, y2 - y1 / x2 - x1. പറഞ്ഞേടാ, വൈയിൽ നിന്ന് എന്താ 5 കുറച്ചാൽ മതി, y2 - y1. അപ്പോൾ എന്ത് എഴുതും? y - 5. കണ്ടോ, ഇവിടെ y2 എന്ന് പറഞ്ഞാൽ y1 എന്ന് പറഞ്ഞാൽ 5 ബൈ x2 - x1 എന്ന് പറഞ്ഞാൽ എന്താ? x - 4. ഓക്കെ, സ്ലോപ്പ് ഓഫ് പി എ കിട്ടി, സ്ലോപ്പ് ഓഫ് എ ബി കിട്ടി. ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞേ ഉള്ളൂ, ഒരേ ലൈനിലുള്ള സ്ലോപ്പുകൾ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇതും സെയിം ആണ്. അടുത്ത ജോലി ഇവർ തമ്മിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യണ്ട. y - 5 / x - 4 = 3/2. അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് ചെയ്യുക. 2 ഇങ്ങോട്ട് ഗുണിക്കുക, x - 4 അങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ എങ്ങനെ എഴുതുക? 2 ഇൻറ്റു ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഒന്നിലധികം ടേംസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ബ്രാക്കറ്റ് കൊടുക്കണം. ഇപ്പോഴും കുറേ പിള്ളേർക്ക് അറിഞ്ഞൂടെ, വെറുതെ എന്താ 2 ഇൻറ്റു y - 5. അങ്ങനെ അല്ല, ഒന്നിലധികം ടേംസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്ത് കൊടുക്കണോടാ? ബ്രാക്കറ്റ്. അപ്പോൾ 2 ഇൻറ്റു y - 5 = 3 ഇൻറ്റു x - 4. അകത്തോട്ട് ഗുണിക്കാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. 2 ഇൻറ്റു y 2y, 2 ഇൻറ്റു -y -10. അടുത്ത് 3 ഇൻറ്റു x 3x, 3 ഇൻറ്റു -4 -12. അകത്തോട്ട് ഗുണിച്ചു. എല്ലാവരും ഇടത് സൈഡിൽ കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ചിരുന്നോ? 3x ആദ്യം എഴുതുക. ഇപ്പുറത്ത് വരുമ്പോൾ എന്താ ഇവിടെ? -3x. ഇവിടെ ഓൾറെഡി ആരുണ്ട്? 2y ഉണ്ട്, അത് പോസിറ്റീവാണ്. അപ്പോൾ +2y. -10 ഓൾറെഡി ഇവിടെ ഉണ്ട്, കൂടെ ആര് വരും? -12 ഇപ്പുറത്ത് വരും. അപ്പോൾ എന്താ? -10 + 12 = ഇനി ആരും ഇല്ലടാ 0. അപ്പം -3x + 2y -10ഉം 12. ഡിഫറൻറ്റ് സൈൻ വന്ന റൂൾ എന്താ? കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ. 12 നിന്നും 10 നിന്നും കുറയ്ക്കുമ്പോൾ എത്ര? 2 വരും. വലുതിൻ്റെ സൈൻ പോസിറ്റീവാണ്. +2 = 0. എടാ, ഇങ്ങനെ കാണുമ്പോൾ രസമുണ്ട്, പക്ഷേ എക്സിന് മൈനസ് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും മൈനസ് കൊണ്ട് ഗുണിക്കുക. ഇവരെല്ലാവരും മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും. അപ്പോൾ എന്താ കൂടാ? 3x - 2y -2 = 0. ഇതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പോളിനോമിയൽ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? P of x x² - 7x + 13 കണ്ടുപിടിക്കേണ്ട P of 2. പെട്ടെന്ന് ചെയ്യാം, നോക്കട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. P of x തന്നിട്ടുണ്ട്, ഞാൻ എടുത്ത് എഴുതിയാണ്. P of x = x² - 7x + 13. കണ്ടുപിടിക്കേണ്ടത് P of 2. എന്താണ് P of 2 എന്ന് പറഞ്ഞാൽ? എക്സ് എന്താണ് എവിടെ ഉണ്ടോ അവിടെ എല്ലാം 2 കൊടുത്താൽ ചെയ്ത് പറ. x². അപ്പോൾ 2² - 7 × 2 + 13 എന്ത് വരും? 2² എന്ന് പറഞ്ഞാൽ 4. 4 - 14 + 13 എത്ര വരും? -13 ആണ്. -14 13 കൂടെ ആദ്യം ചെയ്യാം. ഡിഫറൻറ്റ് സൈനാണ്, വലുതും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ. -14 നിന്ന് 13 കുറച്ചാൽ 1 -1. അപ്പോൾ 4 - 1 എത്ര കിട്ടൂടാ? 3 എന്ന് കിട്ടും. P of 2 കിട്ടി. അടുത്ത ജോലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? P of x-ൽ നിന്ന് P of 2 കുറയ്ക്കുക. നമുക്കറിയാം P of x എന്താണ്? x² - 7x + 13. ഇതിൽ നിന്ന് P of 2 കുറയ്ക്കുക. P of 2 എന്താണ്? P of 2 3. 3 അങ്ങ് കുറച്ചങ്ങ് ഇടാം. ബാക്കി എത്രടാ? x² - 7 x² - 7x 13 3 കുറച്ച് എത്ര? 10 + 10. ഇതായിരിക്കും ബി പാർട്ടിന് ആൻസർ. സിമ്പിൾ അല്ലേ? P of 2 കണ്ടുപിടിച്ചു. ആ P of 2 കുറച്ച് കളഞ്ഞാൽ. ഓക്കെ, സി പാർട്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കിട്ടിയ സാധനത്തിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോടാ. സി പാർട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം ആ പോളിനോമിയൽ ഞാൻ Q of x എന്ന് എടുക്കുക. കിട്ടിയ പുതിയ പോളിനോമിയലിനെ Q of x എന്ന് പുതിയതായിട്ട് തന്നെ വിളിച്ചു. Q of x എന്ന് എടുക്കുക. അതിനെ x² - 7x + 10. 2 രീതി ചെയ്യാം. ഒന്ന് ഫോർമുല മെത്തേഡ് ചെയ്യാം, അല്ലാതെ നമുക്ക് സമ്മ് പ്രോഡക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ സമ്മ് പ്രോഡക്റ്റ് കോൺസെപ്റ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചെയ്യേണ്ട എത്രയുള്ള സമ്മ് എന്ന് പറഞ്ഞാൽ A + B എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കുകയാണ്. അത് എന്താണോ എക്സ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആദ്യം നോക്കുക. ഇവിടെ എന്താ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -7. -7 എടുക്കരുത്,
അതിൻ്റെ സൈൻ അങ്ങ് മാറ്റുക. -7 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ മാറ്റും, എന്താ അവിടെ +7 ആവും. 7 ആവും. ഇപ്പം -7 പകരം 7 ആയിരുന്നു എങ്കിൽ നമ്മൾ ഏതെടുക്കും? -7 എടുക്കും. 5 ആണെങ്കിൽ -5 എടുക്കും, -5 ആണെങ്കിൽ 5 എടുക്കും. ഓക്കെ, അപ്പോൾ സൈൻ അങ്ങ് മാറ്റിയാൽ ഇവിടെ -7 ആണ്. അപ്പോൾ നമ്മൾ A + B എന്ത് എടുക്കൂടാ? 7. ഇനി എടുക്കാൻ പോകുന്നത് അതിൻ്റെ പ്രോഡക്റ്റ്, അതായത് എ ബി എന്ന് പറഞ്ഞാൽ എന്താണോ കോൺസ്റ്റൻറ്റ് അതങ്ങ് എടുക്കുക. എത്ര? 10. ഓക്കെ, അപ്പോൾ A + B 7, AB എന്താ? 10. ഇനി ഒന്ന് ആലോചിച്ച് നോക്കടാ, ഗുണിക്കുമ്പോൾ 10, കൂട്ടുമ്പോൾ 7. ഇത് ആലോചിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വീട്ടിൽ നിന്ന് ആലോചിച്ചു. എടാ ഗുണിക്കുമ്പോൾ 10, കൂട്ടുമ്പോൾ 7, എത്ര? ആരൊക്കെ? 5ഉം 2ഉം, കൂട്ടുമ്പോൾ 7 അല്ലേ, ഗുണിക്കുമ്പോൾ 10 അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടൂടാ? എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 2. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെയാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ A പാർട്ടിൽ ഇങ്ങനെ വാട്ട് ആർ ദ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ 5,2 എഴുതിയാൽ, ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ നമ്മൾ ഇപ്പോൾ A ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ x - A എന്ന് എഴുതും. അതായത് 5 ആണ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ x - 5 എന്ന് എഴുതും, ഫസ്റ്റ് ഫാക്ടർ. 2 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ x - 2 എന്ന് എഴുതും. ദീസ് ആർ ദ 2 ഫാക്ടേഴ്സ്. ഇതിനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക എന്നാണ് അടുത്ത ജോലി. അപ്പോൾ എങ്ങനെ എഴുതാടാ? Q(x) = കിട്ടിയ 2 ഫാക്ടേഴ്സിനെ അങ്ങ് ഗുണിച്ച് എഴുതിയാൽ മതി. എന്താ? x - 5 × x - 2. ഇത്രയേ ഉള്ളൂ സാർ, സിമ്പിൾ അല്ലേ?